ഡോക്ടർ സ്കിൻ ആരോഗ്യം അമൂല്യം. സമർപ്പിക്കുന്നത് ഡോക്ടർ സ്കിൻ ക്ലിനിക്, ചെറുട്ടി റോഡ്, കോഴിക്കോട്. സൗജന്യ സോറിയാസിസ് മെഡിക്കൽ ക്യാമ്പ്. കേരളത്തിലെ ലീഡിംഗ് സ്കിൻ കെയർ നെറ്റ്വർക്കായ ഡോക്ടർ സ്കിന്നിന്റെ എല്ലാ ശാഖകളിലും ഡിസംബർ 15 മുതൽ 22 വരെ പ്രഗത്ഭ ഡോക്ടർമാരുടെ സൗജന്യ കൺസൾട്ടേഷൻ. മെഡിസിനും പ്രൊസീജിയേഴ്സിനും 10% ഡിസ്കൗണ്ട്. കൂടുതൽ വിവരങ്ങൾക്ക് 8281305000. സ്കിന്നിന് ഇനി ഡോക്ടർ സ്കിൻ. കാൽമുട്ട് വേദനയും PRP ചികിത്സയും. ഈ വിഷയം അവതരിപ്പിക്കുന്നു ഡോക്ടർ മുഹലിസ വി, കോഴിക്കോട് ബേബി മെമ്മോറിയൽ ആശുപത്രിയിലെ ഫിസിക്കൽ മെഡിസിൻ ആൻഡ് റീഹാബിലിറ്റേഷൻ കൺസൾട്ടന്റ്. കാൽമുട്ടുവേദന അനുഭവിക്കുന്നവർ നമ്മുടെ ഇടയിൽ ഒരുപാട് പേരുണ്ട്. ശരീരത്തിന്റെ ഭാരം മുഴുവൻ കാൽമുട്ടിലൂടെ താഴേക്ക് പോകുന്നത് കാരണം കാൽമുട്ടിന് തേയ്മാനം വളരെ എളുപ്പം ബാധിക്കുന്നു. കാൽമുട്ട് തേയ്മാനം അല്ലെങ്കിൽ കാൽമുട്ടിന്റെ സന്ധിവാതം അല്ലെങ്കിൽ ONE എന്നത് സന്ധിയിലുള്ള കുഷ്യനുകൾ ആയ കാർട്ടിലേജുകൾക്ക് വരുന്ന തേയ്മാനമാണ്. ഇത് കാരണം രോഗിക്ക് മുട്ടുവേദന, മുട്ടിൽ നീര് വയ്ക്കുക, മുട്ടുമടക്കി നിവർത്തുമ്പോൾ വരുന്ന ശബ്ദം എന്നിവയാണ് ഇതിന്റെ ലക്ഷണങ്ങൾ. കാൽമുട്ടിന്റെ തേയ്മാനത്തിന്റെ സിവിയറിറ്റി അറിയാൻ ഒരു ഡോക്ടറെ കാണിച്ച് മുട്ടിന്റെ എക്സ്റേയിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഏർലി OA ചേഞ്ചസ് അല്ലെങ്കിൽ തേയ്മാനത്തിന്റെ തുടക്കത്തിൽ തന്നെ നമുക്ക് PRP ചികിത്സയിലൂടെയും കൃത്യമായ വ്യായാമത്തിലൂടെയും കാൽമുട്ടിന്റെ തേയ്മാനം മാറ്റാൻ സാധിക്കും. കാൽമുട്ട് തേയ്മാനം കാരണമുള്ള വേദനയ്ക്കുള്ള നൂതനമായ ചികിത്സാ രീതിയാണ് പ്ലേറ്റ്ലെറ്റ് റിച്ച് പ്ലാസ്മ തെറപ്പി. ലേറ്റ് ONE എന്നാൽ കാൽമുട്ടുകൾക്ക് വളവ് സംഭവിക്കുകയും തുടർച്ചയായുള്ള മുട്ടുവേദനയും ഉണ്ടാവും. ഈ രോഗികൾക്ക് ഏറ്റവും നല്ലത് മുട്ടുമാറ്റിവെക്കൽ അല്ലെങ്കിൽ ടോട്ടൽ നീ റീപ്ലേസ്മെന്റ് സർജറിയാണ്. കാൽമുട്ട് തേയ്മാനം കാരണമുള്ള വേദനയ്ക്കുള്ള നൂതന ചികിത്സാ രീതിയാണ് പ്ലേറ്റ്ലെറ്റ് റിച്ച് പ്ലാസ്മ തെറപ്പി. എന്താണ് പ്ലേറ്റ്ലെറ്റ് റിച്ച് പ്ലാസ്മ? രോഗിയുടെ 20 മുതൽ 30 മില്ലി രക്തം കളക്ട് ചെയ്ത് ഒരു പ്രത്യേക രീതിയിൽ സെൻട്രിഫ്യൂജ് ചെയ്താൽ രക്തത്തിലെ പ്ലേറ്റ്ലെറ്റ് എന്ന ഘടകത്തെ മാറ്റിയെടുക്കാൻ പറ്റും. അത് പ്ലേറ്റ്ലെറ്റ് റിച്ച് പ്ലാസ്മ എന്ന ഭാഗം കാൽമുട്ടിലേക്ക് കുത്തിവയ്ക്കുകയാണ് ചെയ്യുന്നത്. കാൽമുട്ടിൽ കുത്തിവച്ച് പ്ലേറ്റ്ലെറ്റ് റിച്ച് പ്ലാസ്മ PRP മുട്ടുകളിൽ എത്തിക്കഴിഞ്ഞാൽ ആക്ടിവേറ്റഡ് ആവുകയും അതിലത്തെ ഗ്രോത്ത് ഫാക്ടേഴ്സ് പുറത്തേക്ക് അയച്ച് തേയ്മാനം സംഭവിച്ച കാർട്ടിലേജുകളെയും ലിഗമെന്റുകളെയും പുനരുജ്ജീവിപ്പിക്കുന്നു അല്ലെങ്കിൽ റീജനറേറ്റ് ചെയ്യുന്നു. PRP എന്ന ഘടകം നമ്മുടെ രക്തത്തിൽ നിന്നു തന്നെ ഉണ്ടാക്കുന്നത് കാരണം വേറെ സൈഡ് എഫക്ട്സ് ഒന്നുമില്ല. ചില രോഗികളിൽ PRP ചികിത്സയ്ക്ക് ശേഷം 1-2 ആഴ്ചയ്ക്ക് കാലിൽ ചെറിയ വേദനയും നീരും വരാൻ സാധ്യതയുണ്ട്. PRP ചികിത്സയ്ക്ക് ശേഷം കാൽമുട്ടിന് ചുറ്റുമുള്ള പേശികളെ ബലപ്പെടുത്താനുള്ള വ്യായാമങ്ങൾ പഠിപ്പിച്ചു നൽകുന്നു. അതേപോലെ അമിത ശരീരഭാരമുള്ളവർ ശരീരഭാരം ഉയരത്തിനനുസരിച്ച് കുറയ്ക്കുകയും ചെയ്യണം. കാൽമുട്ട് വേദനയ്ക്ക് മാത്രമല്ല, മസിൽ വള്ളികളുടെ ക്ഷതം, ടെൻഡൻ ഇഞ്ചുറീസ്, ലിഗമെന്റ് ഇഞ്ചുറീസ്, അതേപോലെ പ്രഷർ അൾസർ, ശയ്യാവ്രണങ്ങൾ, തലമുടി വളർച്ച എന്നിവയ്ക്കൊക്കെ PRP ചികിത്സ ഫലപ്രദമാണ്. കാൽമുട്ട് വേദനയും PRP ചികിത്സയും ഇതേക്കുറിച്ച് സംസാരിച്ചത് ഡോക്ടർ മുഹലിസ വി. ഡോക്ടർ സ്കിൻ ആരോഗ്യം അമൂല്യം. സമർപ്പിച്ചത് ഡോക്ടർ സ്കിൻ ക്ലിനിക്, ചെറുട്ടി റോഡ്, കോഴിക്കോട്. സ്കിന്നിന് ഇനി ഡോക്ടർ സ്കിൻ.